പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, സ്നേഹവന്ദനം. ഇന്ന് ആഗസ്റ്റ് 27 ബുധനാഴ്ചയാണ്. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. എൻ്റെ കർത്താവെ, ചെറിയ കടകളൊക്കെ നടത്തുന്നവർ ഈശോയെ വല്ലാത്ത വലയുന്നുണ്ട് ഈശോയെ. അവർക്ക് ഒന്നും അതിനകത്ത് കിട്ടണില്ല, പക്ഷേ കടങ്ങളാണ് വരണത്. ഇനി എങ്ങനെ ജീവിക്കുമെന്ന് പോലും അറിയാൻ പാലാതെ വിഷമിക്കുന്നവരുണ്ട് ഈശോയെ. അവരെ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഒരു തൊഴിൽ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് തൊഴിൽ ചെയ്താൽ ജീവിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചുകൊണ്ട് വിഷമിക്കുന്നവരുണ്ട് ഈശോയെ. അവരെ കർത്താവ് വിസ പുതുക്കി കിട്ടാത്തതിൻ്റെ പേരിൽ മക്കളെ കരഞ്ഞ് വിളിച്ച് നിലവിളിക്കുമ്പോൾ അമ്മ അവരെ ആശ്വസിപ്പിക്കുന്നത് ഉടമ്പടി എടുത്തവരുണ്ട്. മകനെ, മാതാവ് നമ്മൾ സന്ദർശിക്കുമെന്നാണ്. ആ ഒരു ഒറ്റ ആശ്രമേ ഉള്ള അമ്മേ,
അതെല്ലാ മക്കളും അങ്ങനെ ചിന്തിക്കുന്ന ഓരോ മക്കളും ഈ പ്രാർത്ഥന കൂടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൃപാസന ആൾക്കാരെ ജീവനുടെ പ്രത്യക്ഷ മാതാവ്, സഞ്ചാരി മാതാവ് ആ മേഖലയിൽ ചെന്നിട്ട് അവരുടെ പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ട് അവർക്ക് സന്ധിപ്പ് നൽകുന്നതിന് വേണ്ടി എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പാസേജ് ഉണ്ട്. ബാലാമിൻ്റെ കഴുത എന്ന് പറയും. ബാലാക്ക് എന്ന് പറഞ്ഞ് ഒരു ദുർപ്രവാചകനുണ്ടായിരുന്നു. അയാൾ ഇസ്രായേൽ ജനത്തെ ശത്രുവാണ്. ബാലാൻ ഒരു നല്ല പ്രവാചകനാണ്. അപ്പോഴേ ബാലാക്ക് ബാലാവിനെ ചാക്കിട്ട് പിടിക്കും. പറയും, നിൻ്റെ പ്രവചനമൊക്കെ ഭയങ്കര പേരാണ്, നിനക്ക് നാട്ടുകാർ അംഗീകരിക്കേണ്ടതാണ്, പ്രവാചകനാണെങ്കിൽ ഇങ്ങനെ വേണം, നീ പ്രവചിച്ചാൽ ഭരിക്കും, അതുകൊണ്ട് ഇസ്രായേൽ ജനത്തിനെ ശപിക്കാൻ ഈ ബാലാക്ക് വിളിച്ചുകൊണ്ട് പോകും. പക്ഷേ ഈ പൂണ വഴിക്ക് കുറേ കാര്യങ്ങൾ സംഭവിക്കും. സംഖ്യ 22-ാം അധ്യായമാണ് 21 തിരുവചനങ്ങൾ. ബാലാം രാവിലെ എഴുന്നേറ്റ് കഴുതയ്ക്ക് ജീനിയിട്ട് മൊവാബിലെ പ്രഭുക്കന്മാരോടൊപ്പം പുറപ്പെട്ടു. അവൻ പോയതുകൊണ്ട് ദൈവത്തിന്റെ കോപം ജ്വലിച്ചു. കർത്താവിന്റെ ദൂതൻ വഴിയിൽ അവനെതിരെ നിന്നു. ഈ ബാലാവിന് ഇസ്രായേൽക്കാരെ ശപിക്കാൻ വേണ്ടി ബാലാക്ക് വിളിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ കർത്താവിൻ്റെ കോപം ജ്വലിച്ചെന്ന് എന്ത് ചെയ്ത് ദൂതൻ വഴിയരികിൽ നിന്ന് വഴി മുടക്കി വഴിയരികിൽ നിൽക്കുകയാണ്. ഈ ദൂതൻ ഊരിപ്പിടിച്ച വാളുമായിട്ട്. കഴുതപ്പുറത്ത് സഞ്ചരിച്ചിരുന്ന ബാലാമിന്റെ കൂടെ 2 ഭൃത്യന്മാരും ഉണ്ടായിരുന്നു. ബാലാമിനോട് 2 ഭൃത്യന്മാരുണ്ടായിരുന്നു. കർത്താവിന്റെ ദൂതൻ ഊരിയ വാളുമായി വഴി നിൽക്കുന്നത് കൊണ്ട് കഴുത വയലിലേക്ക് ചാടി. കഴുത കണ്ട്, പക്ഷെ ബാലാം കണ്ടില്ല. ഇത് ഭയങ്കര രസമാണ്. ബൈബിളിലെ ഏറ്റവും രസകരമായ സംഭവമാണ്. അതായത് കഴുത കണ്ട് ബുദ്ധിമാനായ ബാലാം ദൈവത്തിനെ കണ്ടില്ല. അത് എക്കാലത്തും അങ്ങനെ തന്നെ ആയിരിക്കും സംഭവിക്കണത്. പറ. വഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ബാലാം അതിനെ അടിച്ചു. അപ്പോൾ ഈ കഴുത ഇങ്ങനെ ചാഞ്ഞ് പോയി, ദൂതനെ കണ്ടിട്ട് ചാഞ്ഞ് പോയി. അതിനെ നേരെ കൊണ്ടുവരാൻ ഈ ബാലാം കഴുതനെ അടിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവിന്റെ ദൂതൻ മുന്തിരിത്തോട്ടത്തിൽ ഇരുവശവും മതിലുള്ള ഇടുങ്ങിയ വഴിയിൽ നിന്നു. കർത്താവിന്റെ ദൂതനെ കണ്ട് കഴുത മതിലിനോട് ചേർന്ന് ഒതുങ്ങി. കഴുതൊക്കെ കാണാൻ പാടില്ല ദൂതനെ. ബാലാവിനെ കഴുതപ്പുറത്തിരിക്കുന്നത് ബാലാവിനെ കാണാൻ പാടില്ല. അതുകൊണ്ട് കഴുത ഒതുങ്ങുകയാണ് ബാലാവിനെ കൊണ്ട്. ബാലാമിന്റെ കാൽ മതിലിൽ ഉരഞ്ഞു. ബാലാവിന്റെ കാല് മതിലൊരുങ്ങി. നിങ്ങൾ ഈ കഴുത എന്ന് വരുമ്പോഴല്ല നിങ്ങൾ ഓർക്കും ഈ കഴുതപ്പുറത്ത് ആൾക്കാർ കയറി ഇരിക്കാനാണ്. നമ്മൾ കണ്ടിരിക്കുന്ന കഴുത എന്ന് പറയുന്നത് ഇവിടുത്തെ കഴുതകളാണ്. പാലക്കാടും അതുപോലെ തന്നെ തെങ്കാശി പട്ടണത്തിലൊക്കെ കാണുന്ന കഴുതയില്ലേ, ചെറിയ തരം കഴുത. അതല്ല, ഇസ്രായേലിലെ കഴുത ഞാൻ ഈജിപ്തിൽ നിൽക്കുമ്പോൾ ഞാൻ കണ്ടതാണ്. അതായത് ഒരു കഴുത ഒരു 6 ചാക്ക് അരിയും കൊണ്ട് ഒരു വണ്ടിയിട്ട് ഭരിച്ചുകൊണ്ട് ഓടണം. ഞാൻ വായുമ്പോഴത്തെ നോക്കിയെന്നോട് ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ കഴുതയെ കണ്ടത്. കാര്യം വയറ്റ് വെള്ള നിറവും പിന്നെ ആഷ് കളറാണ്. നല്ല ഇരുമ്പ് ബോഡിയാണ് അവൻ 6 ചിലപ്പോൾ 10 ചാക്കും കൊണ്ടുപോടും. അത്തരം കഴുതകളാണ്. കുതിരയേക്കാൾ സ്വല്പം കൂടി ചെറിയ സാധനമാണ്. അപ്പോഴും അവ ഇക്കടുത്ത് കയറി യാത്ര ചെയ്യാൻ പറ്റും. അതാണ് ഇസ്രായേലിലെ കഴുതകൾ. ഈജിപ്തിലും ആ കഴുതകളുണ്ട്. ബാലാമിന്റെ കാൽ മതിലിൽ ഉരഞ്ഞു. അവൻ കഴുതയെ വീണ്ടും അടിച്ചു. കർത്താവിന്റെ ദൂതൻ മുമ്പോട്ട് പോയി ഇടം വലം തിരിയാൻ ഇടമില്ലാത്ത ചലിക്കാൻ പറ്റാത്ത രീതിയിൽ ഇടുങ്ങിയ സ്ഥലത്ത് കർത്താവ് ദൂതൻ നിന്നു. ദൂതനെ കണ്ടപ്പോൾ കഴുത കിടന്നു കളഞ്ഞു. മനസ്സിലായി. ഇനി മുന്നോട്ട് പോകാൻ പറ്റുന്ന ബാലാവിനെ കൊണ്ട് കഴുത താഴെ കിടന്നു. ബാലാമിന്റെ കോപം ജ്വലിച്ചു. അവൻ വടി കൊണ്ട് കഴുതയെ അടിച്ചു. അപ്പോൾ കർത്താവ് കഴുതയ്ക്ക് സംസാര ശക്തി നൽകി. 3 പ്രാവശ്യം എന്നെ അടിക്കാൻ ഞാൻ നിന്നോട് എന്ത് ദ്രോഹം ചെയ്തു എന്ന് കഴുത ചോദിക്കുകയാണ് ബാലാവിനോട്. ബാലാം കഴുതയോട് പറഞ്ഞു, നീ എന്നെ അവഹേളിച്ചു. വാളുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്നെ കൊന്നുകളയുമായിരുന്നു. വെട്ടി കൊന്നുകളഞ്ഞാണ്. കഴുത ബാലാമിനോട് ചോദിച്ചു, ഇന്നുവരെ
നീ സഞ്ചരിച്ചിരുന്ന നിന്റെ കഴുതയല്ലേ ഞാൻ ഇതിനു മുമ്പ് ഒരിക്കലെങ്കിലും ഞാൻ നിന്നോട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ബാലാം സമ്മതിച്ചു. അപ്പോൾ കർത്താവ് ബാലാമിന്റെ കണ്ണുകൾ തുറന്നു. അപ്പോഴാണ് കർത്താവ് ബാലാന്റെ കണ്ണ് തുറന്ന് ദൂതനവൻ കാണുന്നത്. ഊരിയ വാളേന്തി വഴിയിൽ നിൽക്കുന്ന കർത്താവിന്റെ ദൂതനെ കണ്ട് അവൻ കമിഴ്ന്നു വീണു. ഇതെന്താ സംഭവിച്ചു കഴിഞ്ഞാല്, ഇവൻ പോണ വഴി, ഇവന്റെ അവന്റെ യാത്രയിൽ അത് ആ ലക്ഷ്യം ഇവനെയും ഗുണം പിടിക്കത്തില്ല, ദൈവഹിത പ്രകാരമല്ല. അതുകൊണ്ട് എന്ത്, ഈ ബാലാൻ ദൈവത്തിൻ്റെ ആളായത് കാരണമാണ് ഇസ്രായേൽ ജനങ്ങളെ ശപിച്ച് ശാപം സ്വന്തമായിട്ട് മേടിക്കാൻ പോകുകയാണ് ഇവൻ. അതിവന് സംഭവിക്കാതിരിക്കാനാണ് ഇപ്പം ഞാൻ നിനക്ക് മുമ്പ് എൻ്റെ ദൂതനെ അയക്കുമെന്ന് പറഞ്ഞാൽ വായിച്ചതിനടുത്ത് പുറപ്പാട് 23:20. ഇതാ ഒരു ദൂതനെ നിനക്ക് മുൻപേ ഞാൻ അയക്കുന്നു. അവൻ നിന്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും. ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവരികയും ചെയ്യും. അപ്പൊ അതായത് നമ്മുടെ യാത്രയില് ഒരു ദൈവപൈതന്റെ യാത്ര ഗ്യാരണ്ടീഡ് ആണ് ശരിക്കും. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക.